തീർച്ചയായും മോദി ഭരിക്കുന്നതിന് ശേഷമാണ് മക്കളൊക്കെ ഉഷാറായി ഇന്ത്യ ഉണ്ടായത്. അങ്ങനെ പറയുവാണെങ്കിൽ ഇന്ന് മോദി ഭരിക്കുന്നതിനെ കൊണ്ടില്ല അവിടുന്ന് അറബിക്ക് വരെ പേടിയാണ്. മുട്ടുകാല് മണിയടിക്കും വരെ മുട്ടുകാല് മണിയടിക്കും എല്ലാ ജനങ്ങളായിട്ടും പൈസ ഇറങ്ങി. അത്യാവശ്യം നല്ല ഇവിടുന്ന് പിന്നെ റിട്ടേൺ അങ്ങോട്ട് ബാക്കി വേണ്ടാണ്ട് അങ്ങോട്ട് കൊടുത്തയക്കാണ്. ഇവിടെ അധികമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ അറിയാത്തതിനെ കൊണ്ട് പൈസ കംപ്ലീറ്റ് അങ്ങോട്ട് കൊടുത്തയക്കന്നെ. പുതിയ അറിവ് ഗോമൂത്രം കഴിക്കുമോ? കുടിക്കോ? കഴിക്കാറുണ്ട്. എത്ര തവണ കുടിക്കാറുണ്ട്? അങ്ങനെയല്ല കുടിക്കാറില്ല. ചാണകം കഴിക്കാറുണ്ടോ? ചാണകം ചാണകം, ഗോമൂത്രം, പാല്, തൈര് എല്ലാം കഴിക്കാറുണ്ട്. എങ്ങനെയാ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാ ഞാൻ ചോദിക്കാം. അതിന് പുളിരസമായിരിക്കും കൂടുതൽ. രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഒരു ജനതയെ വാർത്തെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയി കിടക്കുന്നത്. കുഴപ്പമില്ല. വീട്ടില് ഗ്യാസിന്റെ വില ഒക്കെ കൂടുതൽ വിഷമമുണ്ടോ? പിന്നെ വിഷമമുണ്ടല്ലേ? കുഴപ്പമില്ല സംഭവം ഉണ്ട്. കരയിലുണ്ടോ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഈ വില കൂടുതൽ ആലോചിച്ചിട്ടേ കരയാറുണ്ടോ? ഇല്ല. ഒന്ന് കരഞ്ഞൂടെ ചേട്ടാ? നല്ല ഭരണമാണ്, പക്ഷെ വില ഒക്കെ കുറക്കണം അല്ലെ? ഇല്ലെങ്കിൽ ശരിയാവില്ല, മുന്നോട്ട് പോകില്ല അല്ലെ? ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇല്ല, പോകുന്നില്ല. എന്നാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നല്ലതാണ് അല്ലെ? ഞാനിപ്പോ ഈ അടുത്ത് ലക്നൗ പോയി വന്നതാ. എന്താ അവിടുത്തെ സ്ഥിതി? അവിടെ കാര്യം സാധിക്കുന്ന ഒക്കെ പുറത്തു തന്നെയാണോ? പുറത്തുനിന്നല്ല, അതിലും പരിതാപകര. ഞാൻ എന്ത് വികസനം, ഏത് വികസനം വികസിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ? അംബാനി, അദാനി ശ്വാസം പിടിച്ച് കൊല്ലുന്ന സ്വഭാവമുണ്ട്. ശ്വാസം പിടിച്ച് കൊല്ലുക. കാരണം എന്ന് പറഞ്ഞാല് ഈ ജാതി മതം ഈ ഒരു സംഗതി ഈ ഭരണത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് കണ്ടമാനം കോടിക്കണക്കിന് ഉറുപ്പ്യ എഴുതി തള്ളി എന്നല്ലാതെ പാവപ്പെട്ട ജനങ്ങളെ അവസ്ഥയിലായോ? അവസ്ഥയിലൊക്കെ ആവുന്നുണ്ട്. എന്നാലും മോദി സർക്കാരിന്റെ ഭരണം നല്ലതാണ് അല്ലെ? നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടി ഒക്കെ ശരിയാക്കിയാൽ മതി. ആണല്ലേ? ശരിയാക്കാരൻ എങ്ങനെയാണ്? ജനങ്ങളെ മൊത്തം ശരിയാക്കുകയാണോ? എന്താണ് പോരാന്ന് പറയുന്നത്? പല കാരണങ്ങൾ കൊണ്ടും വലിയൊരു തൃപ്തിയില്ല ഞങ്ങളെ പോലുള്ള ആളുകൾ. ഇവരൊക്കെ സംസാരിക്കുള്ളൂ. ഇപ്പൊ ഇവിടെയുള്ള നേതാക്കന്മാർ ഇപ്പൊ ദേവന് BJP വിട്ട് എന്തുകൊണ്ടാ? പെട്രോളിന് പകരം എത്തനോള്, അതായത് കരിമ്പ് ജ്യൂസ്, ആ കരിമ്പ് ജ്യൂസ് എന്നാണ് പറയുന്നത്. കരിമ്പ് ജ്യൂസ് ഒക്കെ ശരിക്കും ജനങ്ങൾക്ക് കൊടുത്ത് പെട്രോളിന്റെ അതേ വില വാങ്ങുന്ന അത്രയും ലൈസൻസ് ഉള്ള കൊള്ളയടി എന്ന് പറയുന്ന സാധനം ഇന്ത്യ രാജ്യത്ത് തന്നെ വേറെ സംഭവമില്ല. അത്രയും നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. ഗുജറാത്ത് ഭരിച്ചിരുന്ന നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയാണ് 2014 BJP എന്ന പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷം കഴിയുന്നു. നരേന്ദ്രമോദിയാണ് അന്നും ഇന്നും പ്രധാനമന്ത്രിയായിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷം ജനങ്ങൾക്ക് എന്തു ചെയ്തു? ഇനി ജനങ്ങൾ പറയട്ടെ. നല്ല ഭരണമാണ്. എന്തുകൊണ്ടാണ് നല്ല ഭരണം എന്ന് പറയുന്നത്? നല്ല ഭരണം. ഇവിടെ ഫണ്ട് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ആർക്ക് ഇറങ്ങിയിട്ടുണ്ട്? ജനങ്ങൾക്ക്. ആരുടെ കയ്യിൽ ഇറങ്ങിയിട്ടുണ്ട്? എല്ലാ ജനങ്ങളായിട്ടും പൈസ ഇറങ്ങി. അത്യാവശ്യം നല്ല ഇവിടുന്ന് പിന്നെ റിട്ടേൺ അങ്ങോട്ട് ബാക്കി വേണ്ടാണ്ട് അങ്ങോട്ട് കൊടുത്തയക്കാണ്. ഇവിടെ അധികമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ അറിയാത്തതിനെ കൊണ്ട് പൈസ കംപ്ലീറ്റ് അങ്ങോട്ട് കൊടുത്തയക്കന്നെ. പുതിയ അറിവ്. അതായത് ഇവിടെ മോദി സർക്കാർ പണം ഇറങ്ങിയിട്ട് ആവശ്യമില്ല തിരിച്ചങ്ങോട്ട് കൊടുക്കട്ടെ. എവിടുന്നായി കിട്ടി ഈ അറിവ്? ഈ അറിവോ? ജനറലില് ഞാൻ ദുബായിൽ വർക്ക് ചെയ്താണ്. ബഹ്റൈനിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഇല്ല, യൂണിവേഴ്സിറ്റി ഇല്ല. പെട്രോളിനൊക്കെ വില കുറച്ച് നന്നായിരുന്നു തോന്നുന്നു. പെട്രോളിന് വില കുറച്ചാൽ നമുക്ക് ഈ പെട്രോളിന്റെ പൈസന്റെ ടാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് തന്നെ കിട്ടുന്നത്. എന്നിട്ട് അതിന്റെ മുകളിലൂടെ നമ്മൾ ഒരു മാത്രം ചെയ്യുന്ന കാര്യമാണ്. മറ്റേ എന്താ പറയാ, പാലുണ്ടാക്കുന്നുണ്ട് ഈ പൈസ ആയിട്ടൊക്കെ. എന്നിട്ട് ആ പാലത്തിന്റെ മുകളിലൂടെ വണ്ടി പോകണം, വീണ്ടും ടോൾ കൊടുക്കണം. അപ്പൊ ജനങ്ങളെ വീണ്ടും ഊറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്തുണ്ടാക്കുന്നുള്ള ആലോചിച്ചോണ്ട് അതുകൊണ്ട് ആ ഫണ്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒന്നും വേണ്ട, ഒരു 25 കൊല്ലം മുന്നേ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഭിക്ഷക്കാരമാരി റോട്ടുമിൽ എറിഞ്ഞ് പായിപ്പിക്കാന്. ഇന്ന് മോദി ഭരിക്കുന്നതിനെ കൊണ്ടില്ല അവിടുന്ന് അറബിക്ക് വരെ പേടിയാണ്. മുട്ടുകാല് മണിയടിക്കും. അമ്മാരി മോദിന്റെ ഭരണം. ഇത്ര ഇന്ത്യക്ക് എത്ര പവറാന്ന് അറിയിട്ടുണ്ട് വേൾഡില്. പവർ എന്ന് പറഞ്ഞ സാധനം? പവർ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്കൊരു വെയിറ്റ്. ഇന്ത്യ എന്ന് പറഞ്ഞൊരു പണ്ട് ബെഗേഴ്സ് എന്ന് പറഞ്ഞത്, ഇന്ന് ബെഗേഴ്സ് എന്ന് പറയുന്നില്ല. ഇപ്പൊ അവിടെ ബെഗേഴ്സ് എന്ന് പറയുന്നില്ല, പക്ഷെ ഇന്ത്യയിൽ പലരും പിച്ച് എടുത്തോണ്ടിരിക്കുകയെന്ന് പറയാം. അതിന് ബെഗേഴ്സ് അല്ല, ഭിക്ഷ എടുത്തോട്ടെ. പക്ഷെ അത് അനാവശ്യമായിട്ട് അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വെള്ളം അടിച്ച് പല ആൾക്കാരും കിടക്കില്ല. എല്ലാവരും അങ്ങനെ കിടക്കില്ലല്ലോ. അത് ഓരോരോ ജനറൽ ആയിട്ടുള്ള വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഒരു 10-15 കൊല്ലം മുന്നേ എടുത്തതും ഇപ്പോഴത്തും നോക്കാൻ സുഖമായിട്ട് ജീവിക്കുന്ന ജനങ്ങള് പൈസ. പണ്ട് വെറും കഞ്ഞിയും പൂളയും മത്തിയും മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ബിരിയാണി, പിന്നെ എത്ര ലേറ്റസ്റ്റ് ഫുഡുകൾ ഇറങ്ങി. ഇതൊക്കെ മോദി സർക്കാർ കൊടുക്കുന്ന? മോദി സർക്കാർ കൊടുത്താൽ പണ്ട് വന്നതിനെ കൊണ്ട്. അല്ല, എനിക്ക് വേറെ സംഭവം, ചെറിയ സംശയം. 2014 ശേഷമാണ് ശരിക്കും ഇന്ത്യ ഉണ്ടായത് അല്ലേ? തീർച്ചയായും മോദി ഭരിക്കുന്നതിന് ശേഷമാണ് മക്കളൊക്കെ ഉഷാറായി ഇന്ത്യ ഉണ്ടായത്. അങ്ങനെ പറയുവാണെങ്കിൽ ഇന്ത്യ എന്നുള്ള ലേബിള്
ലോകം മുഴുവൻ അറിഞ്ഞത് ആണ്. മോദിനെ അതിന് മുമ്പ് ഇന്ത്യ ഉണ്ടായിട്ടില്ല. അതിന്റെ മുന്നേ ഇന്ത്യ ഇല്ല. നെഹ്റു ഭരിച്ചിട്ടുണ്ട്, ഗാന്ധിജി ഭരിച്ചിട്ടുണ്ട്, ആരൊക്കെ ഭരിച്ചു. ഞാൻ ഈ സ്കൂളിൽ ചേരട്ടെ നിങ്ങളെടുത്ത് വന്നിട്ട്? എന്റെ സ്കൂളിൽ ചേരാൻ ഞാൻ എന്റെ ജനറലായിട്ട് ഞാൻ ഒരു പാർട്ടി ഇല്ല. അല്ല. ഏയ്, ഇല്ല. ഞാൻ പാർട്ടി ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ പാർട്ടി ഒരു ബന്ധമില്ല. അത് ഈ BJP-ക്കാർ മൊത്തം പറയുന്നത് എങ്ങനെ അറിയോ? ഞങ്ങൾക്ക് ഒരു പാർട്ടി ഇല്ലാതെ പറയാം. അല്ല, ഞാൻ BJP ആയിട്ടില്ല. നിങ്ങൾ ഞാൻ വോട്ട് തന്നെ ചെയ്യാൻ പോയില്ല. പിന്നെ BJP പറയുന്നത് ഒരു എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇവിടെ പക്ഷേ മോദി സർക്കാരിന്റെ ഭരണം നല്ലതാ. ഞാൻ ദുബായിൽ 10 മോദി സർക്കാരിന്റെ ഭരണം നല്ല. പട്ടിണി ഇല്ലാതെ എല്ലാവരും കിടക്കുന്നുണ്ട്. വേറെയിൽ വർക്ക് ചെയ്ത് പട്ടിണി ഇല്ലാതെ എല്ലാം കിടക്കുന്നുണ്ട്. പട്ടിണി പ്രാവശ്യം ഇഷ്ടമാരി കൊടുത്ത് ബാക്കി മടക്കി അങ്ങോട്ട് അയക്കുന്നത് എങ്ങോട്ട് അങ്ങോട്ട് വേണ്ടതായിട്ട് തിരിച്ചു കൊടുത്തേക്കാം. തിരിച്ചു കൊടുക്കാം നമുക്ക് വേണ്ടതായിട്ട്. അടിപൊളി. അടിപൊളിയായിട്ടല്ല, അങ്ങനെയാണ് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മാറി. ഇപ്പൊ കോൺഗ്രസ് അതിനോട്ട് പണ്ട് പിന്നെ കുറച്ച് വരാൻ തുടങ്ങി. പൈസ ജനങ്ങളേക്ക് മാറി. അല്ല, ഇതിപ്പോ എന്നാ വെച്ചാൽ ഞാൻ പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഒരാൾ ഭരിക്കാൻ. ചിലപ്പോൾ ഞാൻ ഒരു 5 കൊല്ലം ഭരിച്ചു, നിങ്ങൾ ഒരു 5 കൊല്ലം ഭരിക്കും, ഞാൻ കുറെ കക്കും, പിന്നെ നിങ്ങൾ നോക്കും. ഞാൻ തന്നെ 10-15 കൊല്ലം ഞാൻ ഭരിക്കാൻ. 15 കൊല്ലം ഒരുമിച്ച് കട്ടോട്ടെ. അല്ല, എനിക്ക് കണ്ട് പിന്നെ എനിക്ക് മതിയായി. പണ്ടിനെ അവിടെ കൊണ്ടുവെക്കും. നമ്മൾക്ക് ഒരു നേരം ചോറ്. അപ്പൊ ഈ 12 വർഷമായിട്ട് BJP കട്ടിട്ട് ഇനി മതി വേണ്ടാതെ അത് നിർത്തിയാണ്ട് പോകും. കട്ടിട്ടല്ല, വേണ്ട, മോദിക്ക് വേണ്ട. മോദിക്ക് പിന്നെ മോദി സെൽഫാണ്, ഒറ്റ ഒരാളാണ്. ബാക്കി എല്ലാവർക്കും മൂപ്പര് ഫ്രീ ആയിട്ട് കൊടുക്കണം. എല്ലാവർക്കും 2014 ലക്ഷം നമ്മൾ ശരിക്കുണ്ടല്ലോ. നമ്മൾ ശരിക്കും ഈ 2014 ലക്ഷം മോദി കയറിയില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ നശിച്ചുപോയേനെ. തീർച്ചയായും നശിച്ചു. ആ മോദി കയറിയതിനെ കൊണ്ടാണ് ഇന്ത്യക്ക് പവർ കിട്ടി. ഭയങ്കര പവർ. ആള് പേഴ്സണാലിറ്റി നോക്കി, ഭയങ്കര പേഴ്സണാലിറ്റി. 20 ലക്ഷം രൂപ കോട്ട്, കണ്ണട, ഭയങ്കര സെറ്റപ്പ്, അടിപൊളി. അത് 12 ലക്ഷം റുപ്യന്റെ കോട്ടാണ് അന്ന് ധരിച്ചത്. അഭിമാനമാണ് നമുക്ക്. അമേരിക്കനായിട്ട് വലിയ നിൽക്കുന്നതാണ്. നമുക്ക് അഭിമാനമാണ്. അതല്ല അഭിമാനം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മക്കളെ നല്ല ഫോമിൽ പറഞ്ഞ ഏറ്റവും വലിയ സ്കൂളിൽ പറഞ്ഞിരുന്നത് പൃഥ്വിരാജൊക്കെ ബോംബെ. ഈ മോദി 20 ലക്ഷത്തിന് കോട്ടുന്നത് നമുക്ക് അഭിമാനമാണ്. അഭിമാനം, തീർച്ചയായും അഭിമാനം. അഭിമാനം, തീർച്ചയായും അഭിമാനം. അങ്ങോട്ട് അടിച്ച് പൊളിക്കട്ടെ. അടിച്ചു പൊളിക്കണം. അങ്ങനെ ജനങ്ങൾ അപ്പൊ ഉയർച്ചയിലെത്തുന്നത്. ജനങ്ങൾ അങ്ങോട്ട് കൊള്ളയടിച്ചൊക്കെ അടിച്ചു പൊളിക്കട്ടെ. കൊള്ളടിച്ചല്ല, നമ്മള് അവിടുത്തെ ബിസിനസ്സിനെ അങ്ങോട്ട് കൊണ്ടുവരാം. ഗൾഫിലുള്ള ബിസിനസ് കുറെ ഇവിടെ എത്തിപ്പോ. പണ്ട് അങ്ങനല്ല. പണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബിസിനസ്സിനെ ഇറക്കണം. ഇന്ന് അവിടുത്തെ ബിസിനസ് ഇവിടെ എത്ര ബിസിനസ് സാധനം ഇവിടെ മാറ്റി കംപ്ലീറ്റ് ഗൾഫ് സാധനം ഇവിടെ മാറ്റാൻ കാരണം എന്താ? ഫണ്ട് ഇവിടെ ഇറങ്ങാൻ തുടങ്ങി. മുപ്പര് ബുദ്ധിയുണ്ട്, മനസ്സിലായില്ലേ? മുപ്പര് നല്ല ഐഡിയ കൂടെ പ്രവർത്തിക്കുന്ന ലുലുമാൾ ഇവിടെ സർക്കാർ. ഞാൻ പറയുന്നത് മോദി സർക്കാർ ഇനി ഒരു 10 വർഷം കൂടെ ഇനി വീണ്ടും ഭരിക്കട്ടെ. ഭരിച്ചാല് ജനങ്ങൾ പിന്നെ ഒന്നുകൂടെ അനുഭവിക്കണം. അനുഭവിച്ചാൽ സുഖമായിട്ട് അനുഭവിക്കും. സുഖത്തിൽ അനുഭവിക്കും. പണ്ട് പായും തൽക്കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ഹൈടെക് ടെക്നോളജി ആയിട്ട് കട്ടിലും മറ്റോ 45,000 രൂപ കിടക്കാൻ ഒരു വീട്ടിലുള്ള. പണ്ട് വെറും പായി തൽക്കാലത്ത് വായിങ്ങനെ നിർത്തിയിടും, അതിൽ കിടക്കലാണ്. ഇത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ള ഉത്തരേന്ത്യയിലൊന്നും ഈ സംഭവം പ്രതീക്ഷിക്കണം. 40,000 രൂപ കട്ടില്, 40,000 രൂപ കിടക്കുന്നു. ഇത് ഇവിടെ ദുബായ് മണിയാണ്. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളടക്കം ഇവിടെ നിന്ന് കൃത്യമായി സംസാരിക്കുന്നത് ദുബായ് മണി കൊണ്ടാണ്. നിങ്ങളെ ഫാമിലി അടക്കം സുന്ദരമായി ജീവിച്ചു. എനിക്ക് സ്വത്തൊക്കെ ഉള്ള ആളാണ് ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. സ്വത്തുള്ള നായരാണോ? ഹിന്ദുക്കളെ തീയറാണ്. ഓക്കെ, എന്നാ ശരി. ജനങ്ങളോട്, നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് എന്താ പറയാ? അങ്ങോട്ട് പറയാം. ജനങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഇനിയും മോദിക്ക് തന്നെ മോദിക്ക് വേണ്ടി വോട്ട് കൊടുക്കുക, ജയിക്കണം, മോദിനെ ജയിപ്പിക്കുക, എല്ലാവരും സുഖമായിട്ട് ജീവിക്കുക. കൊള്ളടിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. കൊള്ളൊന്നും മൂപ്പരായിരിക്കും. മൂപ്പരെ എടുത്ത് പോക്കൽ ബാങ്കിലൊക്കെ ബാലൻസ് ഇട്ട് നോക്കി ഒന്നും ഉണ്ടാവില്ല. ഇല്ല, മൂപ്പർക്ക് വേണ്ട. മൂപ്പര് ഇനി കുറച്ചും കൂടെ കാലം കൊണ്ട് മൂപ്പര് സന്യസിക്കാൻ പോകുന്നത്. രജനീകാന്തിന്റെ ടൈപ്പാണ്. രജനീകാന്ത് ജനങ്ങൾക്ക് പല സൗകര്യം കൊടുക്കുന്നുണ്ട്. ഓ, തീർച്ചയായും. പൊതുവെ വികസന പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല നരേന്ദ്രമോദിയുടെ ഭരണം. അപ്പം ജനങ്ങൾ അതിനനുസരിച്ചാണ് ഇപ്പം 3 തവണയായി നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റിയിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഇത്രയും കാലം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിലുപരി ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി. കേന്ദ്രത്തിൽ കിട്ടുന്ന ഒരു വിഹിതം സംസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ സംസ്ഥാനത്തിന് കിട്ടുന്ന വിഹിതം സംസ്ഥാനത്തിന് തന്നെയുള്ളതാണ്. ഗ്യാസിൻ്റെ ആയിക്കോട്ടെ, പെട്രോളിൻ്റെ ആയിക്കോട്ടെ. ഗ്യാസ് തന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെടുന്നത് 700 ചില്ലറ 600 ചില്ലറ 700 ചില്ലറ രൂപയ്ക്കാണ് ഇപ്പോൾ എത്തിപ്പെടുന്നത്. പക്ഷേ ബാക്കിയുള്ള മൊത്തം സംസ്ഥാനമാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പെട്രോളിലൊക്കെ ശരിക്കും എത്തനോൾ ചേർക്കുന്നുണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ, അറിയാലോ അല്ലേ? അതൊരു വിഷമായി തോന്നിയിട്ടുണ്ടോ? എത്തനോള് അത് പൂർണ്ണമായും ലാബ് ടാക്സ് ഇതൊക്കെ ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത് പാടുള്ളൂ എന്നുള്ളത്. പക്ഷെ അതിനത് ഏതാണ് എന്താണ് വേണ്ടുന്നതെന്നുള്ള പൂർണ്ണത എത്തിയിട്ടില്ല. പക്ഷെ ചെയ്യാന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഇത് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഈ എത്തനോൾ എന്ന് പറയുന്നത് കരിമ്പ് ജ്യൂസാണ് അല്ലേ? അപ്പോൾ ഈ കരിമ്പ് ജ്യൂസിന്റെ പൈസ അല്ലേ വാങ്ങണ്ടേ? അല്ലെ പെട്രോൾ ചേർത്തിട്ട് കരിമ്പ് ജ്യൂസിന്റെ പെട്രോൾ ചേർത്തിട്ട് പെട്രോളിന്റെ വില വാങ്ങാൻ കഴിയോ? അങ്ങനെ ചോദിക്കരുത്. എങ്ങനെയാ ചോദിക്കുക? ഓരോരോ അസംസ്കൃത വസ്തുക്കൾക്ക് അതിൻ്റെതായ മൂല്യങ്ങൾ
ഉണ്ട്. പെട്രോളിന്റെ മൂല്യമുണ്ട്. അതിൽ പെട്രോളിനുണ്ട്. കരിമ്പീസ് കൊണ്ട് ചേർക്കുമ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ചോദിച്ചതിനെ കൊണ്ട് കാര്യമില്ല. കരിമ്പ് കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയാണെങ്കിൽ അങ്ങ് താങ്കൾ കഴിച്ചു കാണിക്കോ? എത്തനോള് അല്ല, കഴിച്ചു കാണിക്കോ? ഞാൻ പറയും കരിമ്പിൽ നിന്നാണ് ഈ കരിമ്പിൽ നിന്ന് എടുക്കുന്ന ലിക്വിഡ് ഒരു കാരണവശാലും വണ്ടി ഓട്ടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. പെട്രോൾ എന്ന് പറയുന്നത്, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം, കരിമ്പ് ജ്യൂസ് ചേർക്കട്ടെ? ഞാൻ കരിമ്പ് ജ്യൂസ് ചേർക്കട്ടെ? താങ്കൾ പറഞ്ഞു കരിമ്പ് ജ്യൂസ് ചേർക്കട്ടെ. പെട്രോളിന് എന്തിന് കരിമ്പ് ജ്യൂസ് ചേർത്ത് പെട്രോളിന്റെ വില വാങ്ങുന്നു എന്റെ ചോദ്യം. അങ്ങ് കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നതാണെങ്കിൽ അതിലുള്ള അസംസ്കൃത വസ്തുക്കൾ വെറും കരിമ്പിൻ ജ്യൂസ് മാത്രമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ കരിമ്പിൻ ജ്യൂസ് ആണെങ്കിൽ അങ്ങ് അത് കഴിച്ചു കാണിക്കണം. അല്ല, കരിമ്പ് ജ്യൂസ് എന്നാ പറയുന്നത്. കരിമ്പിന്റെ സത്താന്ന് പറയുന്നത് മാത്രമാണ് കരിമ്പിന്റെ സത്താന്ന് പറയുന്നത്. ഈ അഭിപ്രായം കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് കാര്യം പറയുന്നത്. ഇങ്ങനെ പറയുന്ന ആളുകൾ അത് കഴിച്ചു കാണിച്ചു അല്ല, കരിമ്പിന്റെ സത്താണ് ശരിക്കും. കരിമ്പ് ജ്യൂസ് തന്നെ പറയാം. ആയിക്കോട്ടെ, അവര് കഴിച്ചു കാണിച്ചു തരട്ടെ. എങ്ങനെ? കരിമ്പിൻ ജ്യൂസ് ആണ് ഞാൻ കഴിക്കും. ഞാൻ കഴിക്കാൻ തയ്യാറ്. ഗോമൂത്രം കഴിക്കോ? കുടിക്കോ? കുടിക്കാറുണ്ട്. എത്ര തവണ കുടിക്കാറുണ്ട്? അങ്ങനെയല്ല, അത് ഓരോരോ പ്രക്രിയയിലൂടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സേവിക്കാറുണ്ട്. നേരിട്ട് ഗോമൂത്രം സേവിക്കാറില്ല. ചാണകം കഴിക്കാറുണ്ടോ? ചാണകം ചാണകം, ഗോമൂത്രം, പാല്, തൈര് എല്ലാം കഴിക്കാറുണ്ട്. ഉണ്ട്. എങ്ങനെയാ അതിന്റെ ടേസ്റ്റ്? എങ്ങനെയാ ഞാൻ ചോദിക്കാം. അതിന്റെ ടേസ്റ്റ് ഇതെല്ലാം കൂടി സമ്മിശ്രമായിട്ടാണ്, പഞ്ചഗവ്യമായിട്ടാണ് കഴിക്കാറ്. അതിന് പുളിരസമായിരിക്കും കൂടുതൽ. പുളിരസമാവും? ഭയങ്കര രസമായിരിക്കും. പുളിരസമായിരിക്കും. ആണ്. അപ്പൊ ഈ കരിമ്പ് എപ്പോഴും കഴിക്കാറില്ല. ആണല്ലേ? ഞാൻ ശരിക്കും പെട്രോൾ പമ്പ് പോയി കഴിഞ്ഞാൽ ഏകദേശം 1000 രൂപയുടെ എണ്ണ അടിക്കുമ്പോ ഞാൻ പറയാറുള്ളത് കരിമ്പ് സത്താന്നാ പറയുന്നത്. ഞാൻ പെട്രോൾ അടിക്കുമ്പോൾ 1000 രൂപയുടെ പെട്രോൾ അടിക്കുമ്പോ ഞാൻ പറയാറ് എന്താ അറിയോ, ഒരു 600 രൂപയുടെ പെട്രോള് 400 രൂപയുടെ കരിമ്പ് ജ്യൂസ് എന്നാണ് ഞാൻ പറയാറ്. കരിമ്പിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് എത്തനോൾ എന്ന് പറയും. രാജ്യമാകമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. വണ്ടികൾ കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം. അത് എത്രത്തോളം നല്ലതാണ് എന്ന് ജനങ്ങൾ ഇപ്പം തിരിച്ചറിഞ്ഞൊരു അവസ്ഥയുണ്ട്. താങ്കൾ ഗോമൂത്രം കുടിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ അതിന്റെ വിഷയം വേറെ. ഞാൻ ശരിക്കും ഈ എത്തനോൾ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കരിമ്പ് ജ്യൂസ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാനത് കുടിക്കൂല. കരിമ്പ് ജ്യൂസ് എന്നാണ് പറയുന്നത്. അപ്പൊ പെട്രോളിൽ ചേർക്കുമ്പോൾ പെട്രോളിൻ്റെതായ ലെവലിലേക്ക് കൊടുക്കേണ്ടതല്ലേ? പെട്രോളിന് ശരിക്കും വില എടുത്തിട്ട് ഈ കരിമ്പ് ജ്യൂസ് എന്ന് പറയുന്ന എത്തനോളും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്രോളിന്റെ വില കുറയ്ക്കേണ്ടതല്ലേ? പെട്രോളിന്റെ വില കുറയ്ക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സംസ്ഥാനങ്ങൾ കുറയ്ക്കണം. എന്നാൽ പെട്രോളിന്റെ വില കുറയും. അപ്പൊ കേന്ദ്രം ടാക്സ്, റോഡ് ടാക്സ്, മറ്റുള്ള ടാക്സുകളൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നില്ലേ, വാങ്ങുന്നില്ലേ? പെട്രോൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ എത്തിപ്പെടുന്നത്? കേന്ദ്രത്തിന് ബാധകമല്ലേ? ഇതുപോലെ കേന്ദ്രത്തിന് ബാധകമല്ലേ? കേന്ദ്രത്തിന് കിട്ടുന്നതിൽ ഒരു വിഹിതം സംസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ട്. കേന്ദ്രത്തിന് വേറെ, സംസ്ഥാനത്തിന് വേറെ, രണ്ട് വ്യത്യസ്തമായിട്ടുണ്ട്. ഉണ്ട്. കേന്ദ്രം കുറയ്ക്കേണ്ടതല്ലേ? കേന്ദ്രം കുറച്ചു കഴിഞ്ഞാലും സംസ്ഥാനം കുറയ്ക്കുന്നില്ലല്ലോ. ഇല്ല. കേന്ദ്രം കുറച്ചു കഴിഞ്ഞാലും സംസ്ഥാനം കുറയ്ക്കുന്നില്ല. അവിടെയാണ് ഇവിടെ പ്രശ്നം വരുന്നത്. എവിടെ കുറയ്ക്കാത്തെ? സംസ്ഥാനം കുറയ്ക്കണം. കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള പൈസ പോലും കൊടുക്കുന്നില്ല, പിടിച്ചു വെച്ചേക്കുവാ. അത് ചുമ്മാ പറയുന്നു, വെറുതെ പറയുന്നേ അല്ലേ? രാവിലെയാണോ സേവിക്കാറ്, വൈകുന്നേരമാണോ സേവിക്കാറ്? എന്ത് മൂത്രം സേവിക്കാറ്? എല്ലാം സേവിക്കും, ഡെയിലി അല്ലേ? ഒക്കെ സേവിക്കാറുണ്ട്. രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഒരു ജനതയെ വാർത്തെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയി കിടക്കുന്നത്. അല്ലല്ല, വാർത്ത അല്ല, അതൊക്കെ ഓരോരോ വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ്. ആണല്ലേ? അങ്ങനെ ഉള്ളൂ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? വലിയ കാരണങ്ങളൊന്നുമില്ല. വലിയ കാരണങ്ങളില്ല. വീട്ടില് ഗ്യാസിന്റെ വില ഒക്കെ കൂടുതൽ വിഷമമുണ്ടോ? പിന്നെ വിഷമമുണ്ടല്ലേ? എന്നാ കുഴപ്പമില്ല, സംഭവം ഉണ്ട്. അത് വേറെ പെട്രോളിന്റെ വില കൂടുന്നില്ലോ? പെട്രോളിന്റെ വില കൂടുതലൊക്കെ വിഷമമുണ്ടോ? പിന്നെ വിഷമുണ്ട്. നരേന്ദ്രമോദി കുഴപ്പമില്ല, മോദി സർക്കാർ കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാത്തിനും അതിന്റേതായ ഒരു ഇതുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് മോദി സർക്കാർ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ നല്ലതാണ്. പക്ഷെ ഗ്യാസിന് വില കൂടുതലാണ്, അവശ്യ സാധനങ്ങൾക്ക് വില കൂടുതലാണ്, ഭക്ഷണം ഉണ്ടാക്കാൻ അല്ലെ ഒക്കെ വില കൂടുതലാണ്, പെട്രോളിന് വില കൂടുതലാണ്, എല്ലാത്തിനും വില കൂടുതലാണ്. പക്ഷെ മോദി സർക്കാർ നല്ലതാണ്. നല്ലതല്ലേ? ഭയങ്കര ചോദ്യമാണല്ലോ ഇങ്ങനെ ചോദിച്ചതന്നെ. ഭയങ്കര ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനത്തെ ചോദ്യമല്ലേ ചോദിക്കണ്ടേ? ഇല്ലേ? ശരിയില്ല. എന്തെന്നാലും അതൊക്കെ പാവപ്പെട്ടവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ എന്താന്ന് വെച്ചാല് ചിലപ്പം വേറെ എന്തേ കാര്യങ്ങൾ നല്ലതുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇത് ചിലത് കൂട്ടുന്നത്. പാവപ്പെട്ട ആളുകളല്ലേ സഹായിക്കേണ്ട, അതല്ലേ നല്ല കാര്യം എന്ന് പറയുന്നത്. കൂട്ടിയിട്ട് പിന്നെ മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം ഉണ്ടാക്കരുതല്ലോ. ഉണ്ടാക്കരുതോ? അപ്പൊ നമ്മൾ ഒരാളെ പറ്റി അങ്ങനെ കൊണ്ട് പറയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആ പാർട്ടിക്കാരനെയാണോ? അല്ല, നമ്മള് CPM.
CPM അതുകൊണ്ടാണ് മോദി സർക്കാർ നല്ലതെന്ന് പറയുന്നത്. അല്ലല്ല, അതുകൊണ്ടല്ല. ഞാൻ ആരെയും അങ്ങനെ കുറ്റം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ്. ആ, ഇപ്പൊ ലൈവ് അല്ലേ പരിപാടി? അതെ. അതാ ലൈവായിട്ട് എന്തിനാ വെറുതെ? അതുകൊണ്ട് പറഞ്ഞത്, അല്ലാണ്ട് ഒന്നുമില്ല. ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ഒന്ന് വളരെ മോശമാണ് ആ. ചെയ്തത് അല്ലേ? ഗ്യാസ് ഇതൊക്കെ വളരെ കുഴപ്പം പിടിച്ചൊരു പരിപാടിയാണ്. എന്നാ ശരി. 12 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ടല്ലേ? 12 വർഷമായി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് എന്റെ ചോദ്യം. എന്ത് ചെയ്തു എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ അറിയത്തില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് തീരുമാനിക്കേണ്ട ജനങ്ങളെ തന്നെ വിലക്കെടുത്ത മാതിരിയാണ് പല ഇലക്ഷനുകളും ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരം ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. എന്താ ചെയ്തിട്ടുള്ളത്? എന്നോട് ചോദ്യം ചോദിക്കുന്ന അവതാരകൻ അറിയോ എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടാക്കിയത് ഒരുപാട് വർഗീയ വിദ്വേഷങ്ങളും സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഇന്ത്യയെ ആക്കി മാറ്റി. വിലക്കയറ്റം വർദ്ധിച്ചു. പിന്നെ നിലയ്ക്ക് നിൽക്കാത്ത അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കാത്ത പല സംസ്ഥാന സർക്കാരുകളെയും നിലംപരിശാക്കി അവിടെ വിലവർധനവും എന്താ പറയുക വർഗീയതയുടെ രാഷ്ട്രീയവും പുറത്തു എത്തിച്ചു. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കേരളത്തിലേക്ക് തന്നെ നോക്കിയാൽ പോരെ. നമ്മുടെ എത്രയെത്ര ഫണ്ടുകൾ തടഞ്ഞു വെച്ചു, എത്രയെത്ര ഫണ്ടുകൾ തടഞ്ഞു വെച്ചു. കേരളം കൊടുക്കുന്ന ടാക്സിന്റെ ഇത്ര ശതമാനം തിരിച്ച് കേരളത്തിന് കൊടുക്കണമെന്നില്ലേ? അത് തടഞ്ഞു വെച്ചില്ലേ? എന്തുകൊണ്ട്? അന്ന് ഇവിടെ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ജനങ്ങളുടെ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്നില്ല ഈ പ്രാവ് കാക്കയൊക്കെ പറക്കുന്നത്. അതുപോലെ എവിടെയും പോയിട്ട് പറന്ന് കൊത്തി തിന്നാം. അത് തന്നെ ചിലപ്പം വേസ്റ്റ് ആയിരിക്കും തിന്നേണ്ടി വരിക. ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഭക്ഷ്യവസ്തുക്കൾക്ക് അത്രയും വിലവർധനവാണ് വന്നിട്ടുള്ളത്. അതിൽ കേന്ദ്രം ഇടപെടുന്നില്ല. ഇപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരും ഇടപെടുന്നില്ല. അത് മാത്രമല്ല, കേന്ദ്രത്തെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനും പറ്റുന്നില്ല. അത്ര തന്നെ. നല്ല രീതിയിലേക്ക് വികസനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ BJP അനുയായികളൊക്കെ പറയുന്നത്. അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. അതായത് പഴയ ഒരു സിനിമയിൽ മാമുക്കോയ പറയുന്നുണ്ട്, നമ്മളൊപ്പരുള്ളപ്പോഴെങ്കിലും ഉള്ള സത്യം പറഞ്ഞുകൂടെ. അതേപോലെ അവരൊപ്പമുള്ള സമയത്ത് ആ സത്യം പറയും. പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിലും മറ്റു പാർട്ടിക്കാരുടെ മുന്നിലും ആണെങ്കിലും അവർ പറയും അങ്ങനെ വികസിച്ചു, ഇങ്ങനെ വികസിച്ചു. ഇവിടെ ഇപ്പം എന്താ, മുതലാളിമാർക്ക് നമ്മുടെ ടെർമിനലുകൾ വിൽക്കുന്നു, എയർപോർട്ടുകൾ വിൽക്കുന്നു, നമ്മുടെ ഷിപ്പ്യാർഡുകൾ വിൽക്കുന്നു. പിന്നെ ഇപ്പം നിങ്ങൾക്കറിയില്ലേ ഏറ്റവും വലിയൊരു വിവാദം വന്നത് എത്തനോളിൻ്റെ ഒരു വിവാദം. അതിപ്പം പെട്രോളിൽ മിക്സ് ആക്കിയിട്ടാണ് പല സ്ഥലത്തും വിതരണം ചെയ്യുന്നത്. അതിപ്പം എങ്ങനെയൊക്കെയോ ഇഷ്ടപ്പെട്ടിട്ടൊരു വാഹനം വാങ്ങിയൊരു മനുഷ്യനായിരിക്കും. അയാളുടെ ജീവൻ എടുക്കുന്നതിനേക്കാൾ ഉപരി ആ വാഹനത്തിൻ്റെ ജീവൻ കൂടി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക് EMI ഇട്ടിട്ടായിരിക്കും ഒരാൾ വണ്ടി ഇറക്കുന്നുണ്ടാവുക. ആ കാലഘട്ടത്തിലേക്ക് ആ വണ്ടി ഉണ്ടാവില്ല. തീരുവില്ല. എത്തനോളിന്റെ പ്രശ്നം ശരിക്കും എടുത്തു കാണിക്കേണ്ടത് തന്നെയല്ലേ? ഈ ന്യായീകരിക്കുന്ന ആളുകളൊക്കെ ശരിക്കും പെട്രോളിന് പകരം എത്തനോള്, അതായത് കരിമ്പ് ജ്യൂസ്, ആ കരിമ്പ് ജ്യൂസ് എന്നതിന് പറയുന്നുണ്ട്. കരിമ്പ് ജ്യൂസൊക്കെ ശരിക്കും ജനങ്ങൾക്ക് കൊടുത്ത് പെട്രോളിന്റെ അതേ വില വാങ്ങുന്ന അത്രയും ലൈസൻസ് ഉള്ള കൊള്ളയടി എന്ന് പറയുന്ന സാധനം ഇന്ത്യ രാജ്യത്ത് തന്നെ വേറെ സംഭവമില്ല. അത്രയും ലെവലില് കോടിക്കണക്കിന് രൂപയാണ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ അത്? ഇന്ത്യ കൊള്ളയടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ ഒരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. ഇന്ത്യ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പെട്രോൾ വാങ്ങിയിട്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് വിൽക്കുന്നത് പകുതി പൈസക്കാ. നമ്മുടെ നാട്ടിൽ വിൽക്കുന്നത് എത്രയ്ക്കാ? അതിലും വലിയ ടാക്സ് വാങ്ങിയിട്ടാ. അതിൽ തന്നെ ഏകദേശം 100 രൂപന്റെ പെട്രോൾ ആണെങ്കിൽ 31 മുതൽ 33 രൂപ വരെ സംസ്ഥാന സർക്കാരിനാണ് ടാക്സ് പോകുന്നത്. പക്ഷെ ഈ ടാക്സ് ആദ്യം കളക്ട് ചെയ്യുക കേന്ദ്ര സർക്കാരാണ്. അത് തിരിച്ചു കൊടുക്കാതെ ഈ സംസ്ഥാനത്തേക്ക് കബളിപ്പിക്കുക. കക്കൂസ് ഉണ്ടാക്കണമെന്നാ പറയുന്നത്. കക്കൂസ് എനിക്ക് തോന്നുന്നത് അവർ ചിലപ്പം ശരിക്കും അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാത്തത്. അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ, ഞാൻ കേരളമാണ് പ്രതിപാദിക്കുന്നത്, കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിലും ശൗചാലയങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉള്ളത്. പിന്നെ പൊതുസ്ഥലത്താണെങ്കിലും, എന്നാലും ചിലരൊക്കെ പൊതുസ്ഥലത്ത് അത് നടത്തുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു വികസനം നടത്തി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതേപോലെ തന്നെയാണ്. ഇപ്പോഴും അതേപോലെ എന്നല്ല, മുമ്പത്തേക്കാൾ കഷ്ടപ്പാട്. വാശേ ഞാനിപ്പോ ഈ അടുത്ത് ലക്നൗ പോയി വന്നതാ. എന്താ അവിടുത്തെ സ്ഥിതി? അവിടെ കാര്യം സാധിക്കുന്നതൊക്കെ പുറത്തു തന്നെയാണോ? പുറത്തെന്നല്ല, അതിലും പരിതാപകര. ഞാനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അറിയാവോ? അപ്പൊ അവിടെ ഒന്നും വികസനം വന്നിട്ടില്ല എന്നാ പറയുന്നത്. എന്ത് വികസനം? ഏത് വികസനം? വികസിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അംബാനി, അദാനി,
ടാറ്റ ബിർള പോലുള്ള ആളുകൾ അതിൽ ടാറ്റയെ ഞാൻ കുറച്ചുകൂടെ പരിഗണിക്കും. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള. ബാക്കിയുള്ളവർ എന്താ ചെയ്തിട്ടുള്ളേ? നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പല പെട്രോളിയം കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള എത്ര മുതലാളിമാരുണ്ടെന്നാ വിചാരിച്ചേ? കുഴപ്പമില്ല, കുഴപ്പമില്ല പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുഴപ്പമില്ല പോകുന്നത്? തെറ്റൊന്നും പറയാനില്ല, അഭിപ്രായത്തിലൊന്നും പറയാനൊന്നുമില്ല. ഗ്യാസിന്റെയും പെട്രോളിന്റെ ഒക്കെ വില ഒന്ന് കുറച്ചാൽ നന്നായിരിക്കുന്നുണ്ടോ? അതിലൊക്കെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. നമുക്ക് എന്നും വേണ്ട ആവശ്യങ്ങളല്ലേ. അപ്പൊ അല്ലാതെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ. ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചാ നന്നായിരിക്കും പറയുന്നത്. അത് പിന്നെ പൊതുവെ പറയേണ്ടത് ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒന്ന് അളവ് വരുത്തുന്നത് നന്നായിരിക്കും. അപ്പൊ നല്ല കുറച്ചുകൂടെ നല്ല ഭരണമാവും. അതെ, നന്നാവും. ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ആവും. അല്ലാതെ വേറെ ഭരണത്തിന് മോശമൊന്നുമില്ല. ഭരണത്തിന് മോശമൊന്നും പറയാനില്ല. ഗ്യാസിന്റെയും പെട്രോളിന്റെ ഒക്കെ വില കുറച്ചാ അത് മതി. അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിയാണ്. അല്ലേ? അല്ല, ജീവിക്കാൻ പറ്റുന്നുണ്ടോ മനുഷ്യന്? പണിക്ക് പോകണം, അന്നത് കഴിഞ്ഞ് പോകുന്നുണ്ട്. അല്ല, സ്വപ്നം കാണാൻ പറ്റുന്നില്ല. മാറ്റി വെക്കാൻ പറ്റുന്നില്ല. മാറ്റി വെക്കാൻ ഇല്ലേ? കരയാറുണ്ടോ ശരിക്കും? കരയാറുണ്ടോ? കരയാറൊന്നുമില്ല, ഇങ്ങനെ പോവാണ്. കരയണ അവസ്ഥയിലായോ? അവസ്ഥയിലൊക്കെ ആവുന്നുണ്ട്. എന്നാലും മോദി സർക്കാരിന്റെ ഭരണം നല്ലതാണ് അല്ലേ? മൂപ്പര് കുഴപ്പമില്ല. പക്ഷെ ഒന്നും കൂടി ഒക്കെ ശരിയാക്കിയാൽ മതി. ആണല്ലേ? ശരിയാക്കാരൻ എങ്ങനെയാണ്? ജനങ്ങളെ മൊത്തം ശരിയാക്കുകയാണോ? മൊത്തം ശരിയാകാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് എല്ലാരും ചേർത്ത് പിടിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ എങ്ങനെയാ നല്ല ഭരണം എന്ന് പറയാം? ചേർത്ത് പിടിച്ചു പോവേണ്ടതല്ലേ? അതെ. അപ്പൊ എങ്ങനെയാ നല്ല ഭരണം എന്ന് പറയാം? അവരവരുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കി കൊണ്ടുവന്ന് പോന്നാ മതി. അത് പോകുന്നില്ല. അപ്പൊ എങ്ങനെയാ നല്ല ഭരണം? ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട്. അപ്പൊ ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരിക. അതാ ഞാൻ ചോദിച്ചു, കരയാറുണ്ടോന്ന്. കരയാറുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്ന അവസ്ഥയിലായിട്ടുണ്ട്. എന്നാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നല്ലതാണ്. ഇങ്ങനെയാണ് അല്ലേ? അല്ലേ? അതെ. എങ്ങനെ കഴിയുന്നു ഇത്ര ന്യായീകരിക്കാൻ? എങ്ങനെ കഴിയുന്നത് നിങ്ങൾക്ക്? കരയാതിരിക്കാൻ എങ്ങനെ കഴിയുന്നു? കരയാതിരിക്കുകയാണ്. നമുക്ക് കരഞ്ഞിട്ട് ഇപ്പൊ എന്താക്കാനാണ്? ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഒന്നുമില്ല. എന്താണ് പറയാൻ പറ്റാത്തത്? ഇല്ല, അങ്ങനെയൊന്നും പറയില്ല. ഇല്ല, നല്ലത് കിട്ടിയോ? നല്ലത് കിട്ടുന്നുണ്ട്. ആണല്ലേ? അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് അല്ലേ? ഈ ഗ്യാസിന്റെയും പെട്രോളിന്റെ ഒക്കെ വില ഒന്ന് കുറയ്ക്കണമെന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്ന് കുറച്ച് തന്നാൽ നന്നായിരുന്നു എന്നുണ്ടോ? കുറയ്ക്കണം, നന്നായിരുന്നു. അല്ലേ? നന്നായിരുന്നു അല്ലേ? ഗ്യാസിന്റെ ഒക്കെ വില വല്ലാതെ ഒരു 10 വർഷത്തിനുള്ളിൽ കയറിപ്പോയില്ലേ? അല്ലേ? അപ്പൊ കുറച്ചുകൂടെ കുറയ്ക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടല്ലേ? കുറയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നരേന്ദ്രമോദിയുടെ ഭരണം എങ്ങനെ? അടിപൊളിയാ അല്ലേ? കുഴപ്പമില്ല, അടിപൊളിയാ. പക്ഷെ ഗ്യാസിന്റെയും പെട്രോളിന്റെ ഒക്കെ വില കുറയ്ക്കണം അല്ലേ? അപ്പൊ അടിപൊളിയാവും വീണ്ടും അല്ലേ? അല്ലേ? നിങ്ങൾക്ക് എന്താണ് ശരിക്കും പറയാനുള്ളത്? കുടുങ്ങിപ്പോയോ ശരിക്കും അത്തരം രീതിയിലേക്ക്? ഇപ്പൊ നരേന്ദ്രമോദി ഭരണം എന്ന് പറയുന്നത് ഗ്യാസിന്റെ വില കൂടുതലാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഗ്യാസിന്റെ വില കൂടുതലുണ്ട്. ആണ്. പെട്രോളിന്റെ വില കൂടുതലാണ് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലേ? അവശ്യ സാധനങ്ങളുടെ വില മൊത്തം തീ പിടിച്ച ലെവലിലേക്കാന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇല്ല, അങ്ങനെ പറയില്ല. എന്നാലും ഭരണം കുഴപ്പമില്ല. വില കൂടുതലാണ്. 50 രൂപയ്ക്ക് പെട്രോളൊക്കെ തരാന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അത് കിട്ടിയാ വലിയ കുഴപ്പമില്ല അല്ലേ? കിട്ടിയോ? ഇല്ല. എന്താ കിട്ടാത്തെ? എന്താന്നറിയില്ല. കരയിലുണ്ടോ നിങ്ങൾ വീട്ടിലിരുന്നിട്ട്? ഈ വില കൂടുതൽ ആലോചിച്ചിട്ടേ കരയാറുണ്ടാ? ഇല്ല. ഒന്ന് കരഞ്ഞൂടെ ചേട്ടാ? നല്ല ഭരണമാണ്, പക്ഷെ വില ഒക്കെ കുറക്കണം അല്ലേ? ഇല്ലെങ്കിൽ ശരിയാവില്ല, മുന്നോട്ട് പോകില്ല അല്ലെ? ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇല്ല, പോകുന്നില്ല. എന്നാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നല്ലതാണ് അല്ലെ? കഷ്ടപ്പാടിൽ നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നത്? കഷ്ടപ്പാട് പറയല്ലേ? എന്തൊക്കെയാണ്? ഒന്നുമില്ല, ഒരു രക്ഷയില്ല. പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ന്യായീകരിക്കാൻ ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്ക് പറയാം. നല്ല ഞാൻ എന്ത് നല്ല ചെയ്യുന്നു നിങ്ങൾ പറയും, എന്ത് നല്ല ചെയ്തു പറയുന്നത്? കുറെ ഉണ്ട് അല്ലേ? ന്യായീകരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ? ഇല്ല. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തതെന്നുള്ളത് ഒരു വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിനുള്ളൊരു മറുപടി തരാം. എന്താണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ചെയ്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. അതെ, എന്താ ഇപ്പോൾ കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ CGP എന്ന് പറഞ്ഞിട്ട് പാറ്റകൾ വന്നിറങ്ങിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട ഗതികേട് വന്ന്. ഇതൊക്കെ ഈ നാട്ടിൽ നടന്നതല്ലേ, നമ്മൾ കണ്ടതല്ലേ? കാരണം വിദ്യാഭ്യാസ രംഗത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മളവിടുത്തെ യുവാക്കളെ ബാധിക്കുന്ന, അതൊക്കെ ഒഴിവാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മോശം. സ്റ്റാർട്ടിംഗ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ വളരെ മോശമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ വരുന്നതിനനുസരിച്ചിട്ട് RSSന്റെ വിധേയത്വത്തിൽ കൂടെയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു പെട്രോൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് അതുകൊണ്ട് വാഹനങ്ങൾക്ക് കേടാണ് ഉണ്ടാവുന്നത്. കാരണം അത് അമേരിക്ക കുത്തക കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ്റെ വിധേയത്വത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ്റെ പോക്ക് പോകുന്നത്. അല്ലാണ്ട് ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ട്രംപിൻ്റെ കയ്യിലാണെന്നുള്ള സംശയമുണ്ട്. ഈ ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് നോക്കുമ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ജാതി മതം
ഈ ഒരു സംഗതി ഈ ഭരണത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആളെ ഉപദ്രവിക്കുക, ജയ് ശ്രീരാം വിളിക്കുക. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ ഇതൊക്കെ അവർ വലിയൊരു പ്ലാനായിട്ടാണ് ഇതുണ്ടാക്കിയത്. ഏത് ശ്രീരാമൻ്റെ ക്ഷേത്രം ഉണ്ടാക്കിയത്. ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്ര കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ കൊള്ളടിയാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ട്രസ്റ്റ് രൂപീകരിച്ചത് പ്രധാനമന്ത്രിയാണോ? അപ്പോൾ ആ പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ വിഷയങ്ങളൊക്കെ കംപ്ലീറ്റ് എല്ലാവർക്കും കൈയിട്ട് മാന്താന്നാണ് ഇതിൻ്റെ ഇത്. ബി ജെ പിയിൽ ഒരു നേതാവ് പറയും കൃഷ്ണൻ വെണ്ണ കട്ട പോലെ കുറച്ച് കട്ടതാണ്, അത് കാര്യമാക്കേണ്ടതെന്ന് പറയും. അതെന്നാ പറഞ്ഞത്, വിവരക്കേടിൻ്റെ ആശാന്മാരല്ലേ ഇവര്. വിവരക്കേടേ സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ള നേതാക്കന്മാരിപ്പോൾ ദേവന് BJP വിട്ട് എന്തുകൊണ്ടാണ്? കാരണം 50 കോടി ഉറുപ്പ്യ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 കോടി ചിലവാക്കും, ബാക്കി 45 കോടി ഉറുപ്പ്യ എല്ലാവരും കൂടി വീതിച്ചെടുക്കും. അയാളെന്നെ പറഞ്ഞത് അല്ലേ, നമ്മൾ പറഞ്ഞൊന്നല്ലല്ലോ. അതിൽ പ്രവർത്തിച്ച ആളുകളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം BJPനെ വളരെ ബാധിക്കുന്നുണ്ട്. BJP ഇങ്ങനെയല്ല, സ്റ്റാർട്ടിങ്ങിൽ നല്ല ഭരണമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് BJPൻ്റെ തനി സ്വരൂപം പുറത്തേക്ക് കൊണ്ടുപോകും. എന്ത് കിട്ടിയെന്ന് തന്നെ സാധാരണക്കാരന് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ നിത്യജീവിതം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോ പഞ്ചസാരക്ക് 70 ഉറുപ്പ്യായി. അത് എത്തനോളിന് എടുക്കണമല്ലോ പഞ്ചസാര, അതുകൊണ്ട് കരിമ്പ് ജ്യൂസാണല്ലോ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കൂടി. അത് എന്ത് കൂടി കഴിഞ്ഞാലും നമ്മൾ സാധാരണക്കാരനാണല്ലോ ഇതിലൊക്കെ വകവാക്കാവുന്നത്. സാധാരണക്കാരൻ്റെ കാര്യത്തിൽ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഈ ഓണത്തിന് നമുക്ക് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇപ്പോൾ സാധാരണ ഒരു ജനത്തിന്റെ അവസ്ഥ എന്താ? ജനത്തിൻ്റെ അവസ്ഥ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥകളാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ 1000 ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അത് PDP മാറിക്കഴിഞ്ഞാൽ നാളെ ഒരു അത്യാവശ്യത്തിന് മാറ്റി വെക്കാനുള്ള സംവിധാനം ഇല്ല. അന്നന്ന് ജീവിച്ചു പോകുന്ന മാത്രം ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഈ കാലഘട്ടം. അത് ജീവിക്കാൻ നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ എന്തായാലും ശരി, അവർ ഇന്ത്യക്ക് ധനം ഉണ്ടാക്കി വെക്കുന്നല്ല, സാധാരണക്കാരന് നേട്ടങ്ങൾ വരണം. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരന് നേട്ടങ്ങളില്ല. സാധാരണക്കാരനെന്നും സാധാരണക്കാരൻ തന്നെയാണ്. ഇതിന് ഈ ഉത്തരം പറഞ്ഞത് ഇവിടുത്തെ യുവാക്കളാണ് ആദ്യം പറഞ്ഞത്. പിന്നെ വിദ്യാഭ്യാസം സമ്പത്തായി കൈ കരുതുന്ന ഒരു കൂട്ടം കോടിക്കണക്കിന് ജനത ഉണ്ട്. അവർ ഉത്തരം പറയണം. ഞങ്ങളൊക്കെ വയ്യോർ കച്ചവടക്കാരാണ്. ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് വരെ ഈ മോഡിനെ ഭരണം GST മറ്റേതൊക്കെ വന്ന് ഞങ്ങൾ സാധനം പോലും പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഈ കാലത്തും ഇത് ഈ ലോകത്തോട് ചോദിക്കിയ ചോദ്യമാണ്, ഇന്ത്യയിലോട് ചോദിക്കിയ ചോദ്യമാണ് ഈ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം പറയേണ്ടത് നമ്മൾ യുവ ജനങ്ങൾ നമ്മളെ വിദ്യാഭ്യാസം കയ്യിൽ കൊണ്ടെടുത്ത് രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരോട് ചോദിക്കിയ ചോദ്യമാണ്. അവർ ചോദിച്ച കറക്റ്റ് ഒരു തരും. ഇത് നമ്മളെ കേരളത്തിനോ ഇന്ത്യക്കോ എന്ത് കിട്ടിയ പറയാ? നരേന്ദ്രമോദി ഈ രാജ്യത്തിനോട് വിട പറയാനുള്ള ജനങ്ങളെ ചാറ്റ പറഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നരേന്ദ്രമോദിയല്ല ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്, കോപ്പറേറ്റീവാണ്. അഡാനി, അംബാനി അവരെ ഭരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് നമുക്ക് അറിയാം, നമ്മളെ വീര്യം തുറമുഖം നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം. 4 മാസം നമുക്ക് അറിയാം. കേരള സർക്കാർ അതിനിപ്പോൾ വലിയ സപ്പോർട്ട് ചെയ്ത് നോക്കുക. ജനങ്ങൾ പൊറുതി മുട്ടിക്കുക. ഈ ഓണക്കാലത്ത് ഇപ്പോൾ ഈ 80 ഉറുപ്പ്യ പഞ്ചസാര ഞാൻ ഇന്നലെ വാങ്ങിയ 80 ഉറുപ്പ്യ പഞ്ചസാര. ഒരു അച്ഛൻ ഒരു വീട്ടിൽ പായസം വെക്കാൻ ഒരു ചെറുപാൽ വാങ്ങും, ഒരു പയറ്, അതിന് 130 ഉറുപ്പ്യ. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് കണ്ടമാനം കോടിക്കണക്കിന് ഉറുപ്പ്യ എഴുതി തള്ളി എന്നല്ലാതെ പാവപ്പെട്ട ജനങ്ങളെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഇന്ന് വരെ നരേന്ദ്രമോദിന്റെ ഈ ഭരണം തീർച്ചയായിട്ടും പരാജയമാണ് വന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന കേരളം ഒഴിച്ചുള്ള എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പട്ടിണിയായി ജനങ്ങൾ ജീവിക്കുമ്പോൾ വെള്ളപ്പൊക്കം വന്നിട്ടും ഇന്ന് വരെ നരേന്ദ്രമോദി അതിനു വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ യഥാർത്ഥം. കൊള്ളയടിക്കുന്നില്ലേ? പെട്രോളൊക്കെ എത്രയോളം ചേർത്ത് കൊള്ളയടിക്കുന്നില്ലേ? അതെ, മന്ത്രിമാരുടെ മക്കൾക്കും മരുമക്കൾക്കും അതുപോലെ അംബാനിക്കും അദാനിക്കും വേണ്ടി മാത്രമുള്ള ഒരു ഭരണമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 12 വർഷമായിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ നരേന്ദ്രമോദിന്റെ ഭരണം. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കേരളത്തിൽ അതേമാതിരി ഭരണം വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും എങ്ങനെ പാവങ്ങളുടെ അവസ്ഥ എന്താ? പാവങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഓണത്തിന് ഇപ്പൊ 1 കിലോ പഞ്ചസാരക്ക് 72 രൂപയാണ് റേറ്റ്. അതുപോലെ ഉള്ളി 60 രൂപ. ഇങ്ങനത്തെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം വളരെ ക്ഷീണമായിരിക്കും. ഇന്ത്യ രാജ്യത്തുള്ള എല്ലാം മൊത്തമായിട്ടുള്ള എല്ലാ പാവപ്പെട്ട ആളുകളുടെയും പ്രശ്നങ്ങൾ വലിയ ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രശ്നമായി തീരും. ജനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങൾ ശ്രദ്ധിക്കും. കോർപ്പറേറ്റിന് വേണ്ടിയുള്ള ഒരു ഭരണമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. തീർച്ചയായും ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ
കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ പ്രയാസമാണ്. എന്താ അതെന്താ സംഭവം വെച്ചാൽ സാമ്പത്തികമായിട്ട് വളരെ നമ്മളെ ഇവിടെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന സ്വഭാവമുണ്ട്. എങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക, ആ. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന സാമ്പത്തികമായി സാമ്പത്തികമായി കൊല്ലുന്ന സ്വഭാവമുണ്ട്. എന്താ അങ്ങനെ അത് അങ്ങനെ വരാൻ കാരണം വെച്ചാൽ അത് അവർ പറയും പോലെ നേരത്തെ കേരളം അനുസരിക്കുന്നില്ല. ഞാൻ പിണറായിൻ്റെ കാലത്തിൽ ഇതാണ് പറഞ്ഞത്. ഇപ്പം മോഡി സർക്കാരിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കേരളത്തിനെ അപകളിക്കുകയാണല്ലോ ചെയ്യുന്നത് എല്ലാം കൊണ്ടും. നേരത്തെ ഉണ്ടായ അനുഭവം തന്നെയല്ല, എപ്പോഴുണ്ടാകുന്ന അനുഭവം തന്നെയാണ്. വളരെ മോശമായില്ല ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ശ്വാസം മുട്ടിച്ച് എങ്ങനെ? ശ്വാസം മുട്ടിക്കുക, ആ. മുട്ടിച്ച് കൊല്ലാന്ന് പറയില്ലേ, ആ. അതുപോലെയാണല്ലോ നമ്മൾ കേരളത്തിനോട് കാണിക്കുന്നത്. ആ. അത് സാമ്പത്തികമായിട്ട് വളരെ ശ്വാസം മുട്ടിക്കുക, പ്രയാസം ചെയ്യുക, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യാണ്ടിരിക്കുക, അങ്ങനത്തെ പ്രയാസങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കഷ്ടപ്പെടുത്തന്നെ എല്ലാം കൊണ്ടും കഷ്ടപ്പെടുത്തന്നെ. ഇപ്പോൾ എല്ലാ സാധനവും വിലക്ക് കൂടി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാധനവും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഐക്യം ഇല്ലാണ്ടായിക്കണ്. ഐക്യം ഇല്ല, എന്താ ഉണ്ട്. ജാതി മതം ഇതുണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾ എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്ക് 74 വയസ്സായി. ഇത്ര കാലത്തിന് ശേഷം ഇത്ര ഇങ്ങനെ ഒരു സർക്കാരിനെ കണ്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. ഇല്ല. കണ്ടില്ല. നല്ലതാണോ മോശമാണോ? മോശം തന്നെ. മോശം. എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി? ഞങ്ങൾക്കൊക്കെ പല കാര്യങ്ങളുണ്ടെങ്കിലും മോശം തന്നെയാ സംഗതി. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം വളരെ പോക്കാണ്. എന്തുകൊണ്ടാ അങ്ങനെ പോക്കെന്ന് പറയില്ലേ? പോക്കെന്ന് പറഞ്ഞാല് പോരാ. എന്താണ് പോരാന്ന് പറയുന്നത്? കാരണം പല കാരണങ്ങൾ കൊണ്ടും വലിയൊരു തൃപ്തി ഇല്ല ഞങ്ങളെ പോലുള്ള ആളുകൾ. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ പോരാന്ന് പറയാൻ കാരണം? പോരാന്ന് പറഞ്ഞാല് ഞങ്ങളെ പണ്ടത്തെ ഒരു ഇതില്ല. ഇല്ല. അതിലൊരു മൂവിങ് ഒരു ശരിയില്ല. ഒരു ജീവിത സാഹചര്യങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് അങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ എന്താന്ന് അറിയാൻ പറ്റില്ല. ഭരണത്തിന് മോശമായിരിക്കും, അതല്ലാതെ എന്താ പറയാ. അതെ, ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷം. ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. നന്ദി, നമസ്കാരം.